മാണിയുടെ രാജി തിരക്കിട്ട ചർച്ചകളിലൂടെ തലസ്ഥാനം കടന്നു പോകുമ്പോൾ ഉദ്യോഗ നിമിഷത്തിൽ കേരള കോൺഗ്രസിൽ നിന്നുള്ള ഏറ്റവും പുതിയ വാർത്തകളുമായി ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് എഡിറ്റർ എം രാജീവ് ചേരുകയാണ്. ശ്രീ രാജീവ്, കേരള കോൺഗ്രസിൽ തന്നെ ഭിന്നത. ജോസഫ് വിഭാഗം മാണിയുടെ രാജി ആവശ്യപ്പെടുമ്പോൾ കോൺഗ്രസിനൊപ്പം നിന്ന് 5 MLA-മാരിതാ ഏറ്റവും പുതിയതായി രാജിഭീഷണി മുഴക്കിയിരിക്കുന്നു. മാണി രാജിവെച്ചാൽ തങ്ങളും രാജിവെക്കുമെന്ന്. ഏറ്റവും പുതിയ വിവരങ്ങളിലേക്ക് പോയാൽ അജിംഷാദ്, വളരെ നിർണായകമായ ഒരു തീരുമാനമാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് കോൺഗ്രസിനെ അറിയിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. KM മാണി രാജിവെക്കില്ല എന്ന് കോൺഗ്രസിനെ കേരള കോൺഗ്രസ് അടിയന്തര UDF യോഗത്തിൽ തൊട്ടു മുമ്പായി അറിയിച്ചു എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ഒരുപക്ഷെ അത് തീർച്ചയായും KM മാണിയുടെ ഒരു അഭിപ്രായം മാത്രമാണെന്നും കൂടി പറയേണ്ടി വരും. എന്നാൽ KM മാണിയാണ് പാർട്ടി നേതാവ് എന്ന നിലയ്ക്ക് KM മാണി രാജിവെക്കില്ല എന്ന നിർണായക നിലപാട് ഇപ്പോൾ കേരള കോൺഗ്രസ് കോൺഗ്രസിനെ അറിയിക്കുകയും കൈക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. വളരെ നിർണായകമായ ഒരു നിലപാടാണ് KM മാണി ഇപ്പോൾ കൈക്കൊള്ളുന്നത്. അതായത് തന്നെ രാജിക്ക് നിർബന്ധിച്ചാൽ സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുമെന്നുള്ള ഒരു ഭീഷണി KM മാണി ഉയർത്തി എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അതേസമയം വളരെ നിർണായകമായ ചില ഉൾപാർട്ടി പ്രശ്നങ്ങളും കേരള കോൺഗ്രസിൽ ഉണ്ട് എന്നുള്ളതും പറയാതെ വയ്യ. കാരണം ആകെ 9 MLA-മാരാണ് കേരള കോൺഗ്രസ് എമ്മിലുള്ളത്. അതിലൊരാൾ PC ജോർജ് ഇപ്പോൾ മാറി നിൽക്കുകയാണ്. ബാക്കി 8 MLA-മാരെ വെച്ചിട്ടുള്ള ശാക്തിക ബലാബലമാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് എമ്മിനുള്ളിൽ ഉള്ളത്. ജോസഫ് വിഭാഗം രാജിവെക്കണമെന്നൊരു നിലപാടിലേക്ക് KM മാണി എത്തിച്ചേരുകയും താൻ രാജിവെക്കുകയാണെങ്കിൽ ചീഫ് വിപ്പായ തോമസ് ഉണ്ണിയാടനും ഒപ്പം തന്നെ മന്ത്രിയായ PJ ജോസഫും രാജിവെക്കണം എന്നൊരു നിലപാടിലേക്ക് KM മാണി എത്തിച്ചേർന്നതോടുകൂടി വളരെ ശക്തമായ വിഭാഗീയത കേരള കോൺഗ്രസ് എമ്മിനുള്ളിൽ വന്നുപെട്ടിരിക്കുകയാണ്. ഇതിൽ KM മാണിയും അതുപോലെ തന്നെ തോമസ് ഉണ്ണിയാടനും ഒരു വശത്തും PJ ജോസഫ്, മോൻസ് ജോസഫ്, TU കുരുവിള, CF തോമസ് എന്നിവർ മറുവശത്തും. CF തോമസ് നമുക്കറിയാം KM മാണിയോടൊപ്പം എന്നും ഉറച്ചു നിന്നിട്ടുള്ള നേതാവാണ് CF തോമസ്. പക്ഷേ ഇത്തവണ ജോസഫ് വിഭാഗത്തോടൊപ്പം നിൽക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്ന വിവരം. അതേസമയം ജയരാജും റോഷി അഗസ്റ്റിനും ഇവർ രണ്ടുപേരും ജോസഫ് വിഭാഗത്തോട് കൂറുള്ള ആയിട്ടാണ് പണ്ട് അറിയപ്പെടുന്നതെങ്കിൽ പോലും ഇവർ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. ഒരിടവേള മാണിയോടൊപ്പം നിന്നവരാണ്. ചില നിർണായക ഘട്ടങ്ങളിൽ ജയരാജും റോഷി അഗസ്റ്റിനും മാണിയോടൊപ്പം നിൽക്കുന്നവരാണ്. അതേസമയം മാണി ഗ്രൂപ്പിൽ നിന്ന് ഒരാൾ കൂറുമാറ്റിക്കാൻ CF തോമസിനെ കൂറുമാറ്റിക്കാൻ ജോസഫ് വിഭാഗത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ 4 പേർ ജോസഫ് വിഭാഗത്തോടൊപ്പവും 2 പേർ മാണി വിഭാഗത്തോടൊപ്പവും 2 പേർ നിലപാടില്ലാതെ നിൽക്കുകയും ചെയ്യുന്നു. ഈ 2 പേരും ജയരാജും റോഷി അഗസ്റ്റിനും ഒടുവിൽ മാണിക്കൊപ്പം ചേരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ 4-4 എന്ന സ്ഥിതിയിലേക്ക് മാണി ജോസഫ് ബലാബലം, ശാക്തിക ബലാബലം MLA-മാരുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇതിൽ വന്നു കഴിഞ്ഞു, മാണി വിഭാഗത്തിൽ വന്നു കഴിഞ്ഞു. എങ്കിൽ പോലും രാജിവെക്കില്ല എന്ന് അറിയിക്കാൻ KM മാണി പാർട്ടിയോട് ഈ തന്നോടൊപ്പമുള്ളവരോട് അനൗപചാരിക ചർച്ച നടത്തി കോൺഗ്രസിനെ അറിയിക്കാൻ ചങ്കൂറ്റം കാണിച്ചിരിക്കുകയാണ് ഇപ്പോൾ KM മാണി. അജിംഷാദ്, അതായത് ശ്രീ രാജീവ്, ഈ മാണി വിഷയത്തിൽ കോൺഗ്രസിലെ തന്നെ കേരള കോൺഗ്രസിലെ തന്നെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറി മറിയുന്നു. CF തോമസിനെ പോലെ മാണി പ്രമുഖൻ എന്നറിയപ്പെട്ടിരുന്ന ആളിനെ ജോസഫിന് പിടിക്കാനാകുന്നു. അങ്ങനെയെങ്കിൽ ഈ ശാക്തിക ബലാബലം ഒരുപക്ഷെ രൂക്ഷമായ പ്രശ്നങ്ങളിലേക്ക് കേരള കോൺഗ്രസ് നയിക്കും. ഒരുപക്ഷെ പണ്ടൊക്കെ സംഭവിച്ചതുപോലെ ജോസഫ് വിഭാഗം ഇതിൽ നിന്ന് അടർന്നു മാറുന്നത് അടക്കമുള്ള പ്രതിസന്ധിയിലേക്ക് പോകും. അപ്പോഴും ഉമ്മൻചാണ്ടിയാണ് കൂടുതൽ കുരുങ്ങുന്നത്. UDF ആണ്. പ്രത്യേകിച്ചും കോൺഗ്രസ് അടക്കമുള്ളവർ ഇത്തരത്തിൽ രാജി ആവശ്യവുമായി ഇന്ന് അവരുടെ മുഖപത്രം പോലും ഇത്തരത്തിൽ ഒരു നിലപാട് സ്വീകരിച്ച സാഹചര്യത്തിൽ കുഴഞ്ഞു മറിയുകയാണ് ശ്രീ രാജീവ്. തീർച്ചയായും UDF രാഷ്ട്രീയം കലങ്ങി മറിയുക തന്നെയാണ് അജിംഷാദ്. ഉമ്മൻചാണ്ടിയുടെ പ്രസ്താവനകളെ മുൻനിർത്തിയുള്ള നിലപാടാണ് KM മാണി ഇപ്പോൾ കൈക്കൊള്ളുന്നത് എന്നാണ് ശ്രദ്ധേയം. നല്ലൊരു വാഗ്മി കൂടിയായ KM മാണിക്ക് കൃത്യമായി തന്നെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുമെന്നുള്ളത് വ്യക്തം. അതിന്റെ ഭാഗമാണ് ഇത്തരത്തിൽ എന്തുകൊണ്ടാണ് ഉമ്മൻചാണ്ടി പാമൂലിൻ കേസിലും ടൈറ്റാനിയം കേസിലും സമാന സാഹചര്യം ഉണ്ടായപ്പോൾ രാജിവെക്കാത്തത് എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ട് തന്നെയാണ് KM മാണി നിൽക്കുന്നത്. ഒപ്പം തന്നെ രമേശ് ചെന്നിത്തലയും ടൈറ്റാനിയം കേസിൽ പരാമർശം വന്നപ്പോൾ രാജിവെച്ചില്ലല്ലോ എന്ന് KM മാണി പറയുന്നു. ഈ ഒരു പശ്ചാത്തലം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് KM മാണി ഇന്ന് രാജ്യസന്നദ്ധതയിൽ നിന്ന് പുറകോട്ട് പോയിരിക്കുന്നത് എന്ന് വേണം കരുതാൻ. ഒപ്പം തന്നെ UDF യോഗത്തിൽ തങ്ങൾ പങ്കെടുക്കില്ല എന്ന് കേരള കോൺഗ്രസിനെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് KM മാണി അറിയിച്ചപ്പോൾ തന്നെ അതൊരു ഭീഷണിയുടെ സ്വരമുണ്ട്. 6 മാസം കഷ്ടിയേ ഉള്ളൂ ഇനി സർക്കാരിന്. അതുകൊണ്ട് തന്നെ സർക്കാരിനെ വീഴ്ത്താനുള്ള നിലപാട് പോലും കൈക്കൊള്ളാൻ തങ്ങൾക്കാകുമെന്ന സൂചനയാണ് KM മാണി ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. അഴിമതി കേസിൽ രൂക്ഷമായ വിമർശനങ്ങൾക്ക് കോടതിയിൽ നിന്ന് ഇരയായ KM മാണി ഇപ്പോൾ അതേ അഴിമതി കേസുകളിൽ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രിയും കൈക്കൊണ്ടിട്ടുള്ള നിലപാടുകളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ്
തനിക്ക് വേണ്ടി പ്രതിരോധം തീർക്കുന്നതെന്ന് വളരെ കൗതുകത്തോട് കാണേണ്ട ഒരു യാഥാർത്ഥ്യമാണ് അജിംഷാദ്. അതായത് ശ്രീ രാജീവ്, നമ്മൾ തന്നെയാണ് പീപ്പിൾ TV ആണ് യഥാർത്ഥത്തിൽ ഈ ബാർക്കോഴയുമായി ബന്ധപ്പെട്ട നിർണായകമായ വിവരം നൽകുന്നത്. ഒരുപക്ഷെ ഈ ജോസഫ്, മോൻസ്, കുരുവിള, CF തോമസ് അടക്കം താങ്കൾ പറഞ്ഞതുപോലെ തന്നെ അത്തരത്തിൽ MLA-മാർ പോലും ആവശ്യപ്പെടുന്ന രാജിക്കായി ഉമ്മൻചാണ്ടിക്ക് കഴിയുന്നില്ല എന്നതായിരുന്നു ഇന്നലെയും ഇന്നും രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്തിരുന്നത്. അതിന് പ്രധാനമായും മുമ്പോട്ട് വെക്കുന്ന ഒന്ന് സോളാർ കേസ്, അതും പീപ്പിൾ TV പുറത്തെത്തിച്ചതാണ്. കെ ബാബുവും ചെന്നിത്തലയും VS ശിവകുമാറും കൈക്കൂലി വാങ്ങി, ഇതേ കോഴപ്പണം വാങ്ങിയെന്ന ബിജു രമേശിന്റെ ആരോപണം, ഇതൊക്കെ മാണിക്ക് തുറുപ്പുചീട്ടാകുന്നു. മടിയിൽ കനമുള്ളത് കൊണ്ടാണ് ഉമ്മൻചാണ്ടിക്ക് മറ്റുള്ളവരൊക്കെയും എതിർക്കാനാകാത്തത് എന്ന രാഷ്ട്രീയ വിലയിരുത്തൽ ഇവിടെ കൂടുതൽ പ്രസക്തമാവുകയല്ലേ ശ്രീ രാജീവ്? അജിംഷാദ്, ഇപ്പോൾ നമുക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. അതായത് രാജി ഔദ്യോഗികമായി ആവശ്യപ്പെടാൻ കോൺഗ്രസ് തീരുമാനിച്ചിട്ടില്ല എന്ന നിലപാടിലേക്ക് കോൺഗ്രസ് നീങ്ങി കഴിയുന്നുണ്ട്. രാജി ഔദ്യോഗികമായി ആവശ്യപ്പെടില്ല, കോൺഗ്രസായി ആവശ്യപ്പെടില്ല. ഇത് മുഖ്യമന്ത്രിയുടെ നിലപാടിനുള്ള പിന്തുണയായിരിക്കും ഒരുപക്ഷെ കോൺഗ്രസിൽ നിന്ന്. കാരണം ഇത് സർക്കാർ സമ്മർദ്ദത്തിലേക്ക് പോകുന്നു എന്ന തിരിച്ചറിവ് VM സുധീറിനെയും മാറ്റി ചിന്തിക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് ചേർന്നിരിക്കുന്നു അവർ എന്ന തരത്തിൽ സംശയം ഉന്നയിക്കേണ്ട രീതിയിലേക്ക് കോൺഗ്രസിന്റെ നിലപാട് മാറ്റം ഇപ്പോൾ അല്പം മുമ്പ് ഉണ്ടായിരിക്കുന്നു. രാജി ഔദ്യോഗികമായി ആവശ്യപ്പെടാതെ ഏതെങ്കിലും വിധത്തിൽ മാണിയെ കൊണ്ടുതന്നെ തീരുമാനമെടുപ്പിക്കുക എന്നാണ് കോൺഗ്രസ് ഇപ്പോൾ വിചാരിക്കുന്നത്. കോൺഗ്രസിനുള്ളിൽ വളരെ രൂക്ഷമായ വിമർശനങ്ങളും നിലപാടുകളുമാണ് ഉണ്ടായിട്ടുള്ളത്. ഒരുപക്ഷെ കേരള കോൺഗ്രസ് എമ്മിനെ ബാധിക്കുന്നതിനൊക്കെ കൂടുതൽ മാണി പ്രശ്നം കോൺഗ്രസിനെ ബാധിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഏകാധിപത്യ പ്രവണതകൾക്കെതിരെ വളരെ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കാൻ KPCC നേതൃത്വം ഇനി വരേണ്ടി വരും. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സർക്കാർ വീഴുന്നൊരു പശ്ചാത്തലമുണ്ടെന്ന് KPCC അധ്യക്ഷനെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അറിയിച്ചു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പശ്ചാത്തലത്തിൽ രാജി ഔദ്യോഗികമായി കോൺഗ്രസ് ആവശ്യപ്പെടേണ്ട എന്ന നിലപാടിലേക്ക് കോൺഗ്രസും എത്തിച്ചേർന്നിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അജിംഷാദ്, അതായത് വരികയാണെങ്കിൽ രണ്ട് തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഉടലെടുക്കുന്നത്. ഒന്ന് കോൺഗ്രസിനുള്ളിലെ പ്രശ്നം, ഒന്ന് മാണിക്കുള്ളിലെ പ്രശ്നം. മൂന്നാമത്തെ കാര്യം UDF-നുള്ളിലെ പൊതു പ്രശ്നമായി ഇത് മാറിയിരിക്കുന്ന ഒരു സംഭവവികാസം ഉണ്ടായിട്ടുണ്ട്. സ്വന്തം പാർട്ടിക്കുള്ളിൽ 4 MLA-മാരിൽ കൂടുതൽ ഒരാളെ അണിനിർത്താൻ KM മാണിക്ക് കഴിയില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ തന്നെ ജയരാജൻ, റോഷി അഗസ്റ്റിനും രണ്ട് വിഭാഗത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കളിക്കുന്ന നിലപാട് സ്വീകരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ KM മാണിക്ക് ഭൂരിപക്ഷമല്ലാത്ത ഒരു പാർട്ടി ഘടന ഉണ്ടായിരിക്കുന്നു എന്ന് തൽക്കാലത്തേക്കെങ്കിലും പറയേണ്ടി വരും. പക്ഷേ നിലപാടുകൾ മാറ്റാൻ ജയരാജൻ, റോഷി അഗസ്റ്റിനും എല്ലാ ഘട്ടത്തിലും തയ്യാറാകാറുണ്ട്. അതുകൊണ്ട് തന്നെ 4-4 എന്ന ശാക്തിക ബലാബലത്തിലേക്ക് സംഗതി വരും. പക്ഷേ KM മാണിയെ ഏറ്റവും ഉത്കണ്ഠാകുലനാക്കുന്നത് CF തോമസിന്റെ നിലപാടാണ്. CF തോമസിനെ മന്ത്രിയാക്കാം അല്ലെങ്കിൽ മന്ത്രിയാകുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്ന ഒരാളായിരുന്നു CF തോമസ്. അപ്പോൾ ഇതുവരെ മാണിയുടെ അനുയായി എന്ന നിലയിൽ മുതിർന്ന നേതാവായ അദ്ദേഹത്തെ കൊണ്ടു നടക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ KM മാണി രാജിവെക്കുന്ന പശ്ചാത്തലത്തിൽ തനിക്ക് CF തോമസിനെ മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള നീക്കം PJ ജോസഫ് വിഭാഗം നടത്തുമെന്നൊരു ഉറച്ച വിശ്വാസത്തിലാണ് അദ്ദേഹം. എന്നാൽ ഇതിനെയൊക്കെ തന്നെ ഭംഗം വരുത്തിക്കൊണ്ടാണ് ഇപ്പോൾ KM മാണി താൻ രാജിവെക്കില്ലെന്നും രാജിവെക്കേണ്ട ആവശ്യമില്ലെന്ന് KM മാണിയും ഔദ്യോഗികമായി രാജി ആവശ്യപ്പെട്ട നിലപാടിലേക്ക് കോൺഗ്രസും എത്തിച്ചേർന്നിരിക്കുന്നത്. അജിംഷാദ്, വളരെ നിർണായകമാണ് രാജീവ്. അതായത് കോൺഗ്രസ് ഇന്നലെ വരെ യഥാർത്ഥത്തിൽ ഇന്ന് കോൺഗ്രസിന്റെ മുഖപത്രം അടക്കം രാജി അനിവാര്യമാണ് എന്ന നിലപാട് സ്വീകരിക്കുമ്പോൾ കോൺഗ്രസ് MLA-മാർ പലരും പരസ്യമായി തന്നെ പീപ്പിൾ TV-യിലൂടെ അടക്കം പ്രതികരിച്ച ഒരു സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ അപ്പോഴൊക്കെ ഹൈക്കമാൻഡിന്റെ നിലപാട് പോലും രാജിവെക്കുന്നതാണ് നല്ലത് എന്ന നിലപാടിലേക്ക് എത്തുമ്പോൾ ഉമ്മൻചാണ്ടി മാത്രമാണ് രാജിവെക്കണം എന്ന തീരുമാനം മാണി സാർ എടുക്കട്ടെ എന്ന നിലപാടെടുത്തത്. ഒടുവിൽ കോൺഗ്രസ് അങ്ങനെ എത്തുകയാണെങ്കിൽ അതൊരു പക്ഷേ വലിയ വലിയ പൊട്ടിത്തെറികൾക്കും രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾക്കുമൊക്കെ വഴിത്തിരിവുകളാകില്ലേ ശ്രീ രാജീവ്? തീർച്ചയായും ഇക്കാര്യത്തിൽ VM സുധീരനും ഒരു ഭാഗത്തും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മറുവശത്തുമായി നിൽക്കുന്ന ഒരു കാഴ്ചയുണ്ട് കോൺഗ്രസിൽ. അത് പ്രത്യക്ഷത്തിൽ അത്തരത്തിലുള്ള ഒരു ശാക്തിക ബലാബലത്തിന് കോൺഗ്രസ് ഇതുവരെ മുതിർന്നിട്ടില്ലെങ്കിലും അത്തരം ഒരു സംഭവമുണ്ട്. VM സുധീരനോട് അടുത്ത് നിൽക്കുന്നവരാണ് KM മാണി രാജിവെക്കണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതേസമയം രമേശ് ചെന്നിത്തല ടൈറ്റാനിയം കേസ് കൊണ്ടുവരിക വഴി രമേശ് ചെന്നിത്തലയുടെ പിന്തുണ കൂടി KM മാണി ഇപ്പോൾ തന്നോടൊപ്പം ചേർക്കാനുള്ള ഒരു നിലപാടിലേക്ക് കൊണ്ടുവരികയാണ്. എന്തായാലും വളരെ ശക്തമായ ഒരു ചർച്ച തന്നെയാണ് ഇരു വിഭാഗങ്ങളിൽ നടക്കുന്നത്. KM മാണി രാജിവെക്കണം എന്ന ഒരു ആവശ്യത്തിൽ കോൺഗ്രസിൽ ഒരു വിഭാഗം നിൽക്കുന്നു, ജോസഫ് വിഭാഗത്തിൽ ഒരു വിഭാഗം നിൽക്കുന്നു. അതേസമയം KM മാണി രാജിവെക്കില്ലെന്ന് സ്വയം തീരുമാനിക്കുന്നു. മാണിയോടൊപ്പം നിൽക്കുന്നവർ മാണി രാജിവെക്കേണ്ടതില്ലെന്ന് പ്രഖ്യാപിക്കുന്നു. തോമസ് ഉണ്ണിയാടനെ പോലുള്ളവർ ശക്തമായി മുന്നോട്ട് വരുന്നു. KM മാണി രാജിവെക്കണമെന്ന് കോൺഗ്രസിന്റെ ഔദ്യോഗിക മുഖപത്രം വീക്ഷണം പറയുന്നു. എന്നാൽ പരസ്യമായി രാജി ആവശ്യപ്പെടേണ്ട കാര്യം കോൺഗ്രസ് ആവശ്യപ്പെടേണ്ടെന്ന തീരുമാനത്തിൽ കോൺഗ്രസ് അനൌദ്യോഗികമായി എത്തി നിൽക്കുന്നു. ഇതൊക്കെ തന്നെ UDF-ലെ ക്രൈസിസ് വളരെ വലുതാണ്. ഘടകകക്ഷികളും KM മാണി രാജിവെക്കണമെന്ന ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ച് കഴിഞ്ഞു. മുസ്ലിം ലീഗും ഇതേ നിലപാടിലാണ് എന്നാണ് അറിയുന്നത്. എന്നാൽ
എന്തു വന്നാലും രാജിവെക്കില്ല എന്നും സർക്കാരിനെ വേണമെങ്കിൽ താൻ വലിച്ചിടുമെന്നുള്ള കെ.എം. മാണിയുടെ നിലപാട് UDF നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ഹൈക്കമാൻഡിന്റെ നിലപാടിനെ പോലും ധിക്കരിക്കാൻ കെ.എം. മാണി തയ്യാറായി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതേസമയം പാർട്ടി വിഭജിച്ചുകൊണ്ട് UDF-ൽ ഒരു വിഭാഗത്തെ നിലനിർത്താമോ അല്ലെങ്കിൽ മാണി എന്ത് ചെയ്യും എന്നുള്ള സംബന്ധിച്ചൊക്കെ ചർച്ചകൾ UDF-ൽ പല വിധത്തിൽ സജീവമാണ്. എന്നാൽ കെ.എം. മാണിയുടെ ഔദ്യോഗികമായി രാജി ആവശ്യപ്പെടാനുള്ള തന്റെ ഇടം കോൺഗ്രസിന് ഇല്ല എന്നുള്ളത് വ്യക്തമാണ് അജിംഷാദ്. തീർച്ചയായും വളരെ വ്യക്തം. ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് എഡിറ്റർ M. രാജീവാണ് വിവരങ്ങൾ ഇപ്പോൾ നൽകിയത്. കേരള കോൺഗ്രസിൽ മാണി വിഷയം കടുത്ത ഭിന്നതയിലേക്ക് നയിക്കുന്നു. ശാക്തിക ബലാബലത്തിൽ മാണി അല്പം പിന്നിലേക്കാണ് കേരള കോൺഗ്രസിൽ നീങ്ങുന്നത്. എന്നാൽ അത് മേക്കപ്പ് ചെയ്യാനായുള്ള നീക്കം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് മാണിക്ക് സഹായകമായി എത്തുന്നു എന്ന ഏറ്റവും പുതിയ വാർത്ത കൂടി എത്തുന്നു. ഔദ്യോഗികമായി കോൺഗ്രസ് രാജി ആവശ്യപ്പെടില്ല എന്ന നിലപാടിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്.